ഹായ് ഫ്രണ്ട്സ്, T2 ഗണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ബ്ലാക്ക് പെയിൻറ് ഉണ്ടാക്കാൻ പോവുകയാണ്. ബ്ലാക്ക് പെയിൻറ് കുറച്ച് സാധനം കൊണ്ട് എങ്ങനെ ബ്ലാക്ക് പെയിൻറ് ഉണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മളിന്ന് വന്നത്. നേരെ വർക്കിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പർ കത്തിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കി വരുന്ന ആ കരിയോ വെണ്ണിയോ ആ ഭാഗം ഉണ്ടാവില്ലേ, അതാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളത്. നമ്മൾ കത്തിച്ചതാ കുറച്ചൊക്കെ കാറ്റിട്ട് പാറിപ്പോണ്ട് വേഗം പാറിപ്പോണ്ട് നമുക്ക് വേഗം പണി തുടങ്ങണം. ഇതിലേക്ക് നമുക്ക് വെള്ളം കൂട്ടി ഒന്ന് മിക്സ് ചെയ്യാണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, പൊടി പോകണ്ട. ഇതൊന്ന് ബ്ലാക്ക് കളറാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് കളർ ഇപ്പോൾ ഏകദേശമൊക്കെ ആയി വന്നിന്. ഇതാണ്ടല്ലേ, ഇതൊക്കെ ഏകദേശം ആയി വന്നിന്. അഥവാ നിങ്ങളിപ്പോൾ ഇനി ആക്കുമ്പോൾ ഒരു തരി മോഡൽ വരികയാണെങ്കിൽ നിങ്ങൾ അരിച്ചെടുത്തോണ്ടി. ഇത് നമുക്ക് കറക്റ്റാക്കി കിട്ടുകയൊക്കെ ചെയ്താണ്. ഏകദേശം ഇളക്കി വറുത്തപ്പോൾ കറക്റ്റാക്കി. അഥവാ കരിയായി വരികയാണെങ്കിൽ നിങ്ങൾ അരിച്ചെടുത്തോളി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഇത്ര വലിപ്പമുള്ള പശ, ഇതിന് എത്ര 5 റുപ്യ ആയിട്ടുള്ളൂ. നമ്മൾ ഈ പശ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നോക്കിയിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തിന്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കണം. സ്റ്റെപ്പാക്കി ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ബ്ലാക്ക് പെയിൻറ്റ് ഇവിടെ റെഡി ആയിന്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റെഡി ആവണമെന്നൊക്കെ അറിയണ്ടേ. ബ്രഷ് ഉണ്ട് ഇനി, പക്ഷെ എടുക്കാൻ മറന്നുപോയി. ഏകദേശമൊക്കെ റെഡി ആവുന്നുണ്ട്. വാട്ടർ കളറിൻ്റെ അരി നമ്മളെ ബ്ലാക്ക് പെയിൻറ്റ് ഇതാ ഇങ്ങനെ ആയി കിട്ടീന്. അപ്പോൾ ഫ്ലോപ്പായില്ല, അടിപൊളി പെയിൻ്റൊക്കെ തന്നെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൊച്ചു ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതുപുത്തൻ വീഡിയോയിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.